ബിയേഡോ എന്നുള്ള ഒരു ബ്രാൻഡ് ശരിക്കും അറിയപ്പെടാൻ തുടങ്ങിയത് യഷ് വന്നതിന് ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ KGF ഹിറ്റായി, അങ്ങനെയാണ് പുള്ളി ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ആ ബിയേഡും ആ ഒരു ലുക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. അതിനുശേഷം ഒരു മാസീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ആണ് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഫുള്ള് നടന്നത്. അതേപോലെ രോഹിത് ശർമ്മ വന്നതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നാളെ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഐ ട്രൈ ടു ഗെറ്റ് ഓൾ ദ ഫണ്ട്സ് ആൻഡ് എവറിത്തിങ്, ആൻഡ് എല്ലാം ഇൻ പ്ലേസ് ആയി കഴിഞ്ഞാൽ ഡു ഐ ഹാവ് ടു ഗോ വിത്ത് എ വെരി വെൽ നോൺ പേഴ്സൺ ടു ഹാവ് മൈ ബ്രാൻഡ് അംബാസഡർ ആൻഡ് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാണോ വേണ്ടത്? വാട്ട് ഇസ് ദ റൈറ്റ് സ്ട്രാറ്റജി? So as you know, brand ambassador influencer ആണ്. He or she is going to influence decisions of people. അപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസറെ എടുക്കുന്നത് എപ്പോഴാണ്? അതായത് such expensive brand ambassador എടുക്കുമ്പോൾ you need to make sure anybody who sees this ad has an easy access to your product. രോഹിത് ശർമ്മയുടെ പ്രൊഡക്റ്റ് കണ്ടു, അത് കഴിഞ്ഞിട്ട് വാങ്ങാൻ മനസ്സിൽ വരുമ്പം ഈസി ആയിട്ട് കിട്ടണം. അപ്പൊ എല്ലാ പ്രൊഡക്ട്സും, കൺസ്യൂമർ പ്രൊഡക്ട്സിന് ഇഫ് യു ഹാവ് എ ബ്രാൻഡ് ambassador, your distribution has to be kick-ass.